ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 2023 എന്ന ഈ വർഷം ഏറ്റവും വലിയൊരു പ്രചാരം നേടിയെടുത്ത ഒന്നാണല്ലോ ലോകേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ്. ലിയോയുടെ റിലീസിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴത്തെ LCU തരംഗം, LCUവിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെല്ലാം തന്നെ വീണ്ടും തരംഗമാകുകയാണ്. ഇത്തവണ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് കൈദി 2-വിൽ കാർത്തിയോടൊപ്പം പ്രധാന വേഷത്തിലെത്തിയ, ഒപ്പം തന്നെ LCUവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നായ നരേനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രചാരണത്തിനിടയിൽ കൈദി 2-വിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കൈദി 2 എന്ന സിനിമയ്ക്ക് മുന്നേ ആയിട്ട് ഒരു ഷോർട്ട് ഫിലിം ലോകേഷ് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അത് പുറത്തു വരും എന്നാണ് നരേൻ അറിയിച്ചിരിക്കുന്നത്. 10 മിനിറ്റ് ഷോർട്ട് ഫിലിമാണ് എന്ന് കൂടിയാണ് നരേൻ പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നാലെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് തമിഴ് മാധ്യമങ്ങളെല്ലാം തന്നെ LCUവിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. വൈകിട്ട് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നരേൻ പറഞ്ഞതുപോലെ ഒരു ഷോർട്ട് ഫിലിം അല്ല, അതിനേക്കാൾ അപ്പുറം ഒരു ഡോക്യുമെന്ററി സീരീസ് ആണ് വരാനായിട്ടിരിക്കുന്നത്. അതിന് 30-35 മിനിറ്റ് ദൈർഘ്യം കാണും. ലോകേഷിന്റെയും അനിരുദ്ധിന്റെയും വോയിസ് ഓവർ ആ ഡോക്യുമെന്ററി സീരീസിൽ ഉണ്ടാകുമെന്നും അതിൽ പ്രധാനമായിട്ടും വിഷയം ഈ LCU സീരീസിനെ കുറിച്ചുള്ള വരുംഭാഗ സിനിമകളെ കുറിച്ചും ഒപ്പം തന്നെ LCUവിന്റെ ഒറിജിനെ കുറിച്ചെല്ലാം തന്നെയാണ്. അതായത് ഒരു അഭിമുഖം പോലെ തന്നെ ഒരു ഡോക്യുമെന്ററി സീരീസ് കാണാനാകുമെന്നർത്ഥം. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത് നെറ്റ്ഫ്ലിക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിന് ഇതിനോടകം തന്നെ വിറ്റഴിക്കപ്പെട്ടുവെന്നും ഉടനെ തന്നെ അതിന്റെ പ്രദർശനവും ഉണ്ടാകുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും LCU വളരെ വലിയ രീതിയിൽ വേഗത്തിൽ വളരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിക്രമിന്റെ 2ാം ഭാഗം, കൈദിയുടെ 2ാം ഭാഗം, അതോടൊപ്പം തന്നെ റോളക്സ് എന്ന സിനിമ കൂടാതെ ഇതിനിടയിലും ചില സിനിമകൾ LCUവുമായി ബന്ധപ്പെട്ട് വരും. അതെല്ലാം തന്നെ ലോകേഷ് സംവിധാനം ചെയ്യില്ല, മറിച്ച് ലോകേഷിന്റെ അസിസ്റ്റന്റ് എല്ലാം തന്നെ സംവിധാനം ചെയ്തേക്കുമെന്നെല്ലാം തന്നെ റിപ്പോർട്ടുണ്ട്. എന്നിട്ട് ലോകേഷിന്റെ LCUവിൽ വരുന്ന പ്രധാനപ്പെട്ട സിനിമകളുമായിട്ട് അവ കണക്ട് ചെയ്യും, ലിങ്ക് ചെയ്യുമെന്നൊക്കെയാണ് പുറത്തുവരുന്ന വിവരം. ഇങ്ങനെ ഒട്ടനേകം റൂമറുകളാണ് ഇതിനോടകം തന്നെ വരുന്നത്. ഇനി LCUവിൽ പെടാത്ത സിനിമ എന്ന നിലവിൽ ലോകേഷ് അറിയിച്ചിരിക്കുന്ന തലൈവർ രജനികാന്തിന്റെ T171ലേക്ക് വരികയാണെങ്കിൽ നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന സിനിമയിൽ ഒട്ടനേകം വലിയ താരങ്ങളുണ്ട് എന്ന് ഇതിനോടകം തന്നെ റൂമറുകൾ വന്നതാണ്. മോളിവുഡിൽ മമ്മൂക്ക എല്ലാം തന്നെ സിനിമയുടെ ഭാഗമാകുമെന്നൊക്കെ നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മമ്മൂക്ക അത് നിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ഇന്നലെ വൈകിട്ടോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കിങ് ഖാൻ, ഷാറുഖ് ഖാൻ സിനിമയിൽ ഒരു കാമിയോ റോൾ ചെയ്തേക്കുമെന്നൊരു റിപ്പോർട്ടാണ് അൺഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. കാമിയോ റോളിന് വേണ്ടി ഷാറുഖ് ഖാൻ ഇതിനോടകം തന്നെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. നിലവിൽ T171 എന്ന സിനിമ LCUവിൽ പെടുന്ന സിനിമയല്ല എന്ന് ലോകേഷ് പറയുന്നുണ്ടെങ്കിൽ പോലും അത് വിശ്വസിക്കാനായിട്ട് നമ്മുടെ പ്രേക്ഷകർ നിലവിൽ തയ്യാറല്ല. ലോകേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കുള്ള ഷാറുഖ് ഖാന്റെ പ്രവേശനത്തിനായിട്ട് ഒട്ടനേകം പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. ഇനി അഥവാ ഷാറുഖ് ഖാൻ T171ലേക്ക് വന്നില്ല എങ്കിൽ പോലും ലോകേഷ് ഷാറുഖ് ഖാൻ കോംബോയിൽ ഭാവിയിൽ ഒരു സിനിമ വന്നേക്കുമെന്നും അത് കൈദി 2 എന്ന സിനിമയ്ക്ക് ശേഷം ചിത്രീകരിച്ചേക്കുമെന്നൊക്കെയാണ് ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. കളക്ഷന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സ് YRFന്റെ സ്പൈ യൂണിവേഴ്സ് ആണ്. എന്നാൽ ഭാവിയിൽ അത് LCU ആകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ചിന്തിച്ചു കൂട്ടുന്നതിനേക്കാളും അപ്പുറമാണ് ലോകേഷ് കനകരാജ് നിലവിൽ ചിന്തിച്ചു കൂട്ടുന്നത് എന്നാണ് നാം ഇപ്പോഴത്തെ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാത്തിരിക്കൂ, LCUവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾ കേട്ടാം.